ഇത് KV ബാലു, നാട്ടുകാരുടെ ഇടയിൽ ബാർബർ ബാലു. സ്വന്തം കുലത്തൊഴിലായ ബാർബർ ജോലിയെ ദൈവമായി കാണുന്ന വ്യക്തിത്വത്തിനുടമ. സ്വപ്രയത്നത്താൽ നാടകങ്ങളിൽ അരങ്ങുണർത്തുമ്പോഴും സ്വന്തം കഴിവ് തെളിയിച്ചപ്പോഴും ബാർബർ ജോലി ഉപേക്ഷിക്കാതിരുന്ന പ്രതിഭ. ബാർബർ ബാലുവിൻ്റെ വിശേഷങ്ങളിലേക്ക്. അവരെത്തിയോ? ഞാൻ ചിലപ്പോഴൊക്കെ ഇവിടെ ഒന്ന് നിൽക്കാറുണ്ട്. ഒരു സുഖമുള്ള ഈ മമ്പരം. പണ്ട് കന്നുകാലികൾ മേറ്റി കുത്തുന്ന നടന്ന സ്ഥലമാണ്. ചിലപ്പോ ഒരു സുഖം സന്തോഷമൊക്കെ തോന്നും. വളരെയധികം ഒരു വല്ലാത്തൊരു സംഭവം. പോന്നോ? ആ രാജേച്ചി തിരക്കലാണ് അല്ലേ? ഏട്ടനെ കാണാലോ. ഓ എന്റെ കറവൊക്കെ എങ്ങനെയുണ്ട്? അങ്ങനെ പോണു. ആ ശരി 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 നടക്കട്ടെ. അഭിനയം ജീവിതവും അഭിനയവുമാക്കിയ കലാകാരനാണ് ബാർബർ ബാലു. അദ്ദേഹത്തിന്റെ കലാജീവിതത്തെയും അദ്ദേഹത്തെയും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പങ്കുവച്ചു. ഈ എപ്പിസോഡിൽ നമുക്ക് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും പരിചയപ്പെടാം. ബാലുവിന്റെ ഭാര്യ പുഷ്പാവതിയെ പരിചയപ്പെടാം. മാഡത്തിന് ബാലുവിനെ കുറിച്ചുള്ള കലാജീവിതത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ബാലുവേട്ടൻ കഥയൊക്കെ എഴുതുമായിരുന്നു, നാടകങ്ങളും എല്ലാം ടെലിഫിലിം എല്ലാം ചെയ്യുമായിരുന്നു. ഒരു 30 വർഷത്തിന് മുൻപ് ഇതുപോലെ ഒരു പ്രശ്ന പരിഹാരം പറഞ്ഞൊരു നാടകം എഴുതാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതിയ സമയം ഞങ്ങൾക്ക് ഈ ഇപ്പോഴത്തെ സ്ഥിതിയൊന്നും അന്നായിരുന്നില്ല. താഴ്മയോടെ ഉള്ള ഒരു ജീവിതമായിരുന്നു. ഞങ്ങളുടെ 3 മക്കളാണ്. ലളിതമായ ഒരു ജീവിതമായിരുന്നു. അപ്പൊ നാടകം എഴുതാൻ വേണ്ടിയിട്ട് ഞാനാണ് എഴുതി കൊടുത്തത്. അപ്പോൾ മണ്ണെണ്ണ വിളക്കിൽ കുട്ടികളെല്ലാവരും ഉറങ്ങിയ ശേഷമാണ് ഞങ്ങൾ മണ്ണെണ്ണ വിളക്ക് കൊളുത്തി വെച്ചിട്ടായിരുന്നു ആ നാടകം എഴുതി. പക്ഷെ ഇതിനിടയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. മാഡം ഒരു ചെറിയ എഴുത്തുകാരിയും കൂടെ ആണ് അല്ലേ? അയാൾ ബാലോട്ട് സഹായിച്ചു കൊടുക്കും, അത്രേ. അല്ലാതെ എനിക്ക് നാടകം പിന്നെ ഇതൊന്നും അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷെ അവർക്ക് എഴുതി കൊടുക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ എഴുതി ആ നാടകത്തിലായിരുന്നു പ്രശ്നപരിഹാരം എന്നായിരുന്നു നാടകം എൻ്റെ പേര്. അതില് അവർക്ക് ഫസ്റ്റ് കിട്ടി. പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഞങ്ങളത്. അതിലായിരുന്നു തുടക്കം. അതിലൊരു ക്യാഷ് അവാർഡാണ് കിട്ടിയത്. അത് ഒരു രൂപ പോലും അതിൽ എടുക്കാതെ എൻ്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചു തന്ന ഒരാളാണ്. ഓക്കെ. അവിടെ നിന്നാണ് ഈ ഒരു കലാജീവിതത്തിലേക്കുള്ള തുടക്കം. പിന്നെ അതിൽ നിന്നും അങ്ങനെ ഓരോ നാടകങ്ങളും ടെലിഫിലിമും സിനിമയിലും ഒക്കെ അഭിനയിച്ച് അങ്ങനെ കുറച്ചുള്ളൊരു ചെറിയ വരുമാനമൊക്കെ കിട്ടി. അങ്ങനെ 3 മക്കളിനെയൊക്കെ പഠിപ്പിച്ചു. പിന്നെ 3 പടി ചെയ്തിട്ട് അങ്ങനെ നാടകത്തിൽ എഴുതാനൊക്കെ ഉള്ളൊരു കഴിവുണ്ട്. അതല്ലേ. കുടുംബജീവിതത്തിൽ ബാലു എങ്ങനെയാണ്? കുടുംബം നോക്കുന്ന ആളാണ്. 3 പെൺമക്കളിനെ പഠിപ്പിച്ചു. എന്നെയൊന്നും അങ്ങനെ പുറത്തങ്ങനെ അങ്ങനെ പണിക്കൊന്നും അയക്കില്ല. അയാൾ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ 3 മക്കളും അമ്മയും ഞങ്ങൾ 4-5 കഴിഞ്ഞത്. ഞങ്ങളൊരു വീട് കയറ്റി 3 മക്കളിനെ പഠിപ്പിച്ചു. 3 മക്കളിനെ കല്യാണം കഴിച്ചു കൊടുത്തു. ഞങ്ങളുടെ ഇഷ്ടത്തിന് കഴിച്ചു കൊടുത്താണ്. എൻ്റെ മക്കൾ 3 ഞങ്ങൾ പറയും പോലെ കേട്ട് അനുസരിച്ച് വളർന്ന മക്കളാണ് എൻ്റെ മക്കൾ 3. അതുപോലെ തന്നെ എൻ്റെ 3 മരുമക്കന്മാരും കുഴപ്പമില്ലാത്ത ഞങ്ങളുടെ മനസ്സ് പോലുള്ള മക്കളും ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളതിൽ 2 സന്തോഷത്തിലിരിക്കുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോട്ടാണെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് സന്തോഷമാണ്. അതാണ് ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം. സന്തോഷവും സ്നേഹവും സംരക്ഷണവും ഉണ്ടെങ്കിൽ വേറെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് അടികൂടാറുണ്ട്. അതല്ലേ, ചട്ടികലം ആകുമ്പോൾ തട്ടിമുട്ടിയിരിക്കുന്നതാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ശരിയാവും. ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങൾ. നമ്മുടെ സാമ്പത്തികം എല്ലാത്തിനും ഉള്ളൊരു ഇതാണ്.
ബാലുവിന്റെ അഭിനയ കലയെക്കുറിച്ച് മാഡത്തിന്റെ അഭിപ്രായം എന്താണ്? അഭിനയിക്കാനൊക്കെ ആള് അപ്പൊ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു അഭിനയം വരുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കർക്കിടകത്തില് കർഷകൻ എന്നൊരു നാടകം സ്കൂളിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇരുന്നിരുന്ന അങ്ങനെ അഭിനയം ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും ഫീലിങ്ങോടെ വരാനും പറയാനും കഴിയുന്നത്? അപ്പം സ്റ്റേജിൽ കയറുമ്പോ ബാലു ആ കഥാപാത്രമായിട്ട് മാറുവാണ് അല്ലെ? കഥാപാത്രമായി ആ ഒരു കഴിവ് ഒരു വലിയൊരു കഴിവ് തന്നെയാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കഴിയണെന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും ഒന്നും കിട്ടാത്ത ഒരു കാര്യമാണ്. ബാലുവിന്റെ മക്കളെ നമുക്ക് പരിചയപ്പെടാം. ഇത് മൂത്ത മകൾ സ്നേഹ, രണ്ടാമത്തെ മകൾ സ്വപ്ന, മൂന്നാമത്തെ മകൾ ശാലിനി. അച്ഛനെ കുറിച്ച് മക്കളുടെ അഭിപ്രായം എന്താണ്? അച്ഛൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെറുപ്പം മുതൽ ഞങ്ങൾ റോൾ മോഡലായി കാണുന്ന ഒരാളാണ്. അപ്പം സ്കൂളിലാണെങ്കിലും അച്ഛൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ മക്കൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേരാണ്. സ്കൂളിലാണെങ്കിലും പുറത്ത് ഹൈസ്കൂൾ ലെവലിലാണെങ്കിലും അച്ഛനെല്ലാവരും അറിയപ്പെടും. ചെറുപ്പം മുതൽ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും അറിയാം. ബാലുവിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയപ്പെടുന്ന ആൾക്കാരാണ് ചുറ്റുവട്ടത്തൊക്കെ. അപ്പൊ അച്ഛന്റെ കലാജീവിതം നിങ്ങൾക്ക് നല്ലൊരു ഞങ്ങൾക്ക് സ്കൂളിലൊക്കെ നല്ലൊരു പ്രൗഡാണ്. പിന്നെന്താ, അച്ഛൻ ഞങ്ങളെ വളർത്താനും ഞങ്ങൾക്ക് വിദ്യാഭ്യാസം, ഞങ്ങളുടെ കല്യാണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ്റെ സ്വപ്നങ്ങൾ മാറ്റിവെച്ച തന്നെയാണ്. അതിന്റെ പുറകിൽ തന്നെ പോവുകയാണെങ്കിൽ അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ ഇപ്പൊ ഈ കാലയളവിൽ എത്തിയിട്ടുണ്ടാകും. പക്ഷെ ഞങ്ങൾ 3 പെൺകുട്ടികളാണ്, ഞങ്ങളെ പഠിപ്പിക്കണം, ഞങ്ങളുടെ കല്യാണം, അതിനൊക്കെ വേണ്ടിയിട്ട് അച്ഛൻ കൂടുതൽ സമയം ചെലവഴിച്ചു. മോൾ എന്ത് പറയണു അച്ഛനെ കുറിച്ച്? അച്ഛനെ കുറിച്ച് എന്ന് പറയുമ്പോൾ പ്രൗഡായിട്ട് ചിന്തിക്കാനുള്ള തന്നെയാണ്. ഞങ്ങളെ നോക്കാൻ ഒത്തിരി അച്ഛന്റെ സ്വപ്നങ്ങളെ മാറ്റി വെച്ചു എന്ന് ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ തന്നെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് ഇത്ര ഗ്യാപ്പ് വന്നത്. അതെ അല്ലേ? ഇനി അച്ഛന് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് അച്ഛന്റെ സ്വപ്നങ്ങളിലേക്ക് അച്ഛനെ എത്തിക്കുക. മോളുടെ ശാലിനിയുടെ അഭിപ്രായം? അച്ഛനെ കിട്ടുന്ന വലിയ ബ്ലെസ്സിങ് ആണ്. അച്ഛൻ ഞങ്ങളുടെ മോട്ടിവേറ്റഡ് ആണ്, എല്ലാമാണ്. സന്തോഷം. അച്ഛന്റെ കഴിവ് ഇതിൽ ആർക്കോ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആർക്കാണ് അത്? ആരാണ്? കവിത എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ എഴുത്ത് കുറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെ എഴുത്ത് കുറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അച്ഛൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേന്റെ മുന്നിലെ ബർത്ത്ഡേക്ക് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കവിതയുടെ ഒരു 4 വരി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായും. ജീവാണുവായി ജീവനായി വളർന്ന നേരം വാത്സല്യം താരാട്ടായി തന്നുവച്ചൻ, ബാല്യത്തിൽ കഥയായി കവിതയായി പാഠങ്ങളൊത്തിരി ചൊല്ലിത്തന്നു, വിദ്യയെന്നായുധം കയ്യിൽ തന്നു, വളരുവാൻ വിവേകമോദിത്തന്നു. അച്ഛന്റെ കലാജീവിതത്തോട് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ അഭിപ്രായം എന്താണ്? സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ്? ഞങ്ങളുടെ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ അച്ഛനെ സുഹൃത്തിനെ പോലെ തന്നെ, ഞങ്ങളോട് അച്ഛൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഭർത്താക്കന്മാരോടും അച്ഛൻ പെരുമാറുന്നത്. അപ്പം ഇപ്പം നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിഹേഴ്സലിന് അവർ വന്നിട്ടുണ്ട്. അവരുണ്ട് ഈ നാടകത്തിൽ, അവർ ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്. അപ്പം അവരെ വിളിക്കാം. ഓക്കെ, വിളിക്കാം. സുരേഷ് അല്ലേ? മോളുടെ ഭർത്താവാണ്. അതെ. ഓക്കെ, എന്ത് ചെയ്യണു? ഞാൻ ബാർബറാണ്. ഓക്കെ, അച്ഛനെ കുറിച്ച് എങ്ങനെയാണ് നിങ്ങളുടെ വിലയിരുത്തൽ? അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. എന്താ പറയാ, അച്ഛൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ 3 പെൺമക്കളാണ്, അറിയാലോ, എൻ്റെ ചെയ്തു അറിയാം. അതിലെ മൂത്ത മോളെയാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വളരെ സന്തോഷമായി തോന്നുന്നു അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ. കാരണം 3 പെൺമക്കളെ വെച്ചിട്ട് ഇദ്ദേഹം കോളേജിൽ പഠിപ്പിക്കുകയും അവരെ നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ല കഴിവുകൾ കൊടുത്തു. എന്താ പറയുക, 3 പേരെയും കല്യാണം കഴിച്ചു കൊടുത്തു. ഇന്ന് ഞങ്ങൾ ഇത് 2ാമത്തെ ആളാണ്. ഇനി ഒരാൾ കൂടി വരാനുണ്ട്. അദ്ദേഹം മഴയ കാരണം കൊണ്ട് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 3 പേരും കല്യാണം കഴിച്ചു കൊടുത്തു. മുത്തശ്ശനായി ഈ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഇത്രയും കുടുംബം നോക്കി ഇങ്ങനെ ചെയ്യുക പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഇന്ന് എടുത്തു നോക്കിയാൽ ലോകത്തറിയാം, ഓരോ മക്കളെ കല്യാണം കഴിച്ചു കൊടുത്ത് വളരെ ദുഃഖത്തിലും പ്രയാസത്തിലും
പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. നിങ്ങളുടെ ഭാര്യ പറഞ്ഞു അച്ഛന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇനി ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന്. നിങ്ങള് മരുമക്കളാണ് എന്ന് പറഞ്ഞാലും മക്കള് തന്നെയാണ്. തീർച്ചയായിട്ടും അപ്പൊ അച്ഛന്റെ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അച്ഛനോടൊപ്പം തന്നെ നിങ്ങളുമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പൊ ഏതോ ഒരു നാടകം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. അതെ, ഇപ്പോൾ കഴിഞ്ഞ കാലം എന്നുള്ളൊരു നാടകം ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതിന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞങ്ങളെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ നാടകത്തിൽ ഒരു അവസരം തരിക എന്ന് പറഞ്ഞാൽ തന്നെ കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ അനിയനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും വളരെ ഹാപ്പിയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും കൂടി ഒരു കലാകുടുംബം തന്നെയാണ്. തീർച്ചയായിട്ടും കുടുംബം തന്നെ. അപ്പം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഉള്ളൊരു പേരെടുത്ത ഒരു കുടുംബമായിട്ട്, അതായത് ഒരു നല്ലൊരു കലാകുടുംബമായിട്ട് നമ്മൾ അറിയപ്പെടണം. അതെ, അറിയപ്പെടണം എന്നാണ് വിശ്വസിക്കുന്നത്. അറിയപ്പെടും തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം ഈ മഴ കാണുമ്പോൾ എനിക്ക് പഴയ കാര്യം ഓർമ്മ വരികയാണ്. ഇതേപോലെ കർക്കിടക മാസം കാലത്ത് ഈ ഇരിക്കുന്ന വീട് തന്നെ ഒരിക്കൽ തളർന്ന് വീഴുകയുണ്ടായി. അതിനുശേഷം 2ാം പ്രാവശ്യം വീട് വെച്ചു. അതിലാണ് ഇരിക്കുന്നത്. അത് മൂപ്പരുടെ കഠിന അധ്വാനമാണ് ഈ ഒരു വീട്. മൂപ്പര് ഈ മക്കളും കുടുംബം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഒരു പക്ഷേ ഇങ്ങനെ ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട്. എങ്കിലും വലിയ ഒരു കലാകാരനായിട്ട് അറിയപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം ആയിപ്പോയത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനി ആ ഒരു ഇതിലേക്ക് എത്താൻ നിങ്ങൾ കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങൾ 3 പേരും മക്കളും മരുമക്കളും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി പറയാ, അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്. ഞങ്ങൾ അച്ഛനെ പോലെയാണ്, റോൾ മോഡൽ കൂടിയാണ്. അച്ഛനെ ഒരു ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ മൂത്ത മരുമകനാണ്. പിന്നെ അതിനുപരി ഞാൻ എൻ്റെ സ്വന്തം അമ്മാവനാണ്. മൂപ്പരെ ചേച്ചിയുടെ മോനാണ് ഞാൻ. അപ്പോൾ അച്ഛനെ ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കാലത്തെണീറ്റ് അച്ഛൻ ഈ 3 മക്കൾക്കും കാലത്തെണീറ്റ് കഴിഞ്ഞാൽ ലോക അറിവുകൾ പകർത്തി കൊടുക്കും. ചെറുപ്പകാലത്ത് ഞാൻ അവിടെ വരാറുമ്പോൾ കാണാറുള്ള പരിപാടിയാണ്. അപ്പോൾ അവർ നാട്ടിലുള്ള ലോകം ഇന്ന് എങ്ങനെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അറിവ് കൊച്ചു മുതലേ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടേ അദ്ദേഹം പോകുള്ളൂ. ആ ഒരു ചിട്ടവട്ടങ്ങൾ കണ്ടിട്ട് തന്നെയാണ് ഞാൻ 3 പെൺമക്കളായിട്ടും ഞാൻ മൂത്ത മോളെ കല്യാണം കഴിക്കാൻ കാരണം. എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ഫാമിലിയിൽ തന്നെ ഒത്തിരി പേര് പറഞ്ഞു 3 പെൺകുട്ടികളല്ലേ, ഒന്ന് ആലോചിച്ചിട്ട് പോരെ എന്ന് പറയുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മൂപ്പരെ മാത്രമേ ഇപ്പോൾ അതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. പിന്നെ ഇത്രയും പ്രയാസങ്ങൾക്കിടയിലും അദ്ദേഹം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. സഹോദരങ്ങളെ പോലെയാണ്, ചേട്ടനും അനിയനെ പോലെയാണ്. കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയുള്ളൂ. അപ്പോൾ ഈ പ്രായത്തിലും അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും കാലത്തെണീറ്റ് അദ്ദേഹം നടക്കും, വ്യായാമങ്ങൾ ചെയ്യും. അത് കാരണം കൊണ്ട് തന്നെ മൂപ്പർക്ക് യാതൊരു അസുഖങ്ങളും ഇന്നുവരെ ഇല്ല, ഇനിയും ഇല്ലാതിരിക്കട്ടെ എന്ന് ഈശ്വരൻ പ്രാർത്ഥിക്കുന്നു. സന്തോഷമാണ്. ഞാൻ പെയിന്റിങ്ങും ഓട്ടോ ഡ്രൈവിങ്ങായിട്ട് 2ാമത്തെ മരുമകനാണ്. എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ അച്ഛനെ കുറിച്ച് ഏട്ടൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പിന്നെ ഈ പ്രായത്തിലും ഈ ഒരു അവസ്ഥയിലും ഈ കലയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ട ഒരാളാണ്. ഇനി എത്തുന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളും കൂടെ തന്നെയുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ നാടകത്തിൽ ഞങ്ങളിപ്പോൾ മരുമക്കളും എല്ലാവരും ഉണ്ട്. ഒരു ഫാമിലി നാടകം പോലെയാണ് ഇപ്പോൾ ഇതിനെ കാണുന്നത്. കാരണം കുടുംബം എല്ലാവരും ഇതിലുണ്ട്. പറഞ്ഞല്ലോ, കുടുംബക്കാർ തന്നെയാണ് ഇപ്പോൾ അച്ഛൻ മരുമക്കളും മക്കളും എല്ലാം കൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ ഇതിനിപ്പോൾ ഫുൾ സപ്പോർട്ടായിട്ട് അച്ഛനോട് ഞങ്ങളും ഉണ്ടാവും. കൂടിയിട്ട് കൂടുതൽ ആക്റ്റീവായിട്ട് ഇതിൽ അച്ഛനോട് കൂടെ നിൽക്കുന്നു. റിഹേഴ്സലൂടെ ആ മൂവ്സ് എങ്ങനെയാണ്, അതെങ്ങനെ നടക്കണം, ഏത് ടൈമിങ്, അതിന്റെ കഥാപാത്രൻ ഡയലോഗ് കഴിഞ്ഞ അടുത്ത ഡയലോഗ് എങ്ങനെ ആര് പറയണം, ആ റിവ്യൂ എപ്പോഴാണ്, ആ മൂവ്സ് കംപ്ലീറ്റ് നമ്മൾ പഠിച്ചെടുത്താൽ മാത്രമാണ് നമുക്ക് രംഗത്ത് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും. അപ്പൊ റിഹേഴ്സൽ മസ്റ്റാണ്. അപ്പൊ നമ്മൾ ഈ മഴയും സംഭവം കൊണ്ട് നമ്മൾക്ക് എന്ത് പറ്റി, റിഹേഴ്സൽ പോയി ചെയ്യാൻ പറ്റില്ല. ഒരു ആദ്യത്തെ റിഹേഴ്സൽ നമ്മൾ ചെയ്തെങ്കിലും പിന്നത്തെ ആഴ്ച നമുക്ക് മഴയായി, പിന്നെ പല ബുദ്ധിമുട്ടും ഉണ്ടായി. അപ്പൊ ഇന്ന് നമുക്കൊരു അവസരം മഴയാണ്, എന്നാലും നമുക്ക് ചെയ്യുകയാണ്. അപ്പോൾ അത് എല്ലാവരും കൂടി ഒന്ന് ഈ നാടകം എന്ന് പറയുന്നത് റിഹേഴ്സൽ മാത്രം രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സ്ഥാപനമാണെന്ന ഒരു ബോധം എല്ലാവർക്കും ഇതാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. കാളേജ് എൻട്രൻസ് ഇവരെല്ലാവരും നിങ്ങൾ 3 പേരും ചെയ്യേണ്ടത് നിങ്ങൾ 3 പേരും ഫ്ലക്സ് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ട് ബലൂണ് 3 പേരും റെഡി. മനസ്സിലായി മനസ്സിലായി പഴമയിലെ പുതുമതയുടെ മറച്ചാലാണെന്ന്. ഇന്ന് പിറന്നാളാഘോഷം അതൊരു പാടുവേലയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എത്ര പേർക്കറിയാം
അവരുടെ ജന്മദിനങ്ങൾ ഇത് ഒരു തരം ആഡംബരമാണ്. എന്നിട്ട് ചോദിച്ചോളൂ. வணக்கம் மக்களே, நான் இன்னைக்கு இங்க இருக்கிறது தொடர்ந்து 3வது முறையாக சிறந்த விவசாயிக்கான விருது பெற்ற காளியப்பன் ஐயா வீட்டுல இருக்கோம். இன்னைக்கு நம்ம அவரை பத்தி தெரிஞ்சுக்க போறோம். சொல்லுங்க ஐயா, மண் மேல இவ்வளவு ஆர்வம் எப்படி வந்துச்சு? അടുത്ത പണിയെടുക്കുന്ന പറയുമായിരുന്നു, എല്ലാ മനുഷ്യരും മണ്ണിൽ ചവിട്ടിയാണ് നടക്കുന്നത്. എന്നാൽ പല മനുഷ്യരും മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ മണ്ണാണെന്ന സത്യം അപ്പന്റെ ആ വാക്കുകൾ ഉൾക്കൊണ്ടത് കൊണ്ടാകാം ശുദ്ധമായ സഹജീവിതത്തെ பெரிய புண்ணியம் தாயா. ஆனா விஷம் கலந்த உணவு தானே எல்லா மக்களுக்கும் സ്വന്തമായി മണ്ണുള്ളവർ പോലും വിഷഭക്ഷണത്തെ ആശ്രയിക്കുകയല്ലേ. കഴിഞ്ഞ കാലം എന്ന ഈ നാടകത്തിൽ താങ്കൾ ഏത് കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്? എന്റെ പേര് സാപ്രിയ. കഴിഞ്ഞ കാലം എന്നുള്ള ഈ നാടകത്തിൽ ഞാൻ ദേവി ദുർഗ പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. അതൊരു യൂട്യൂബർ ആണ്. ആ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് ഫൈസൽ പത്മം. കഴിഞ്ഞ കാലം എന്ന ഈ നാടകത്തിൽ ഞാനൊരു ക്യാമറമാനായിട്ട് കളിക്കുന്നത്. കഥാപാത്രത്തിൻ്റെ പേര് പീറ്റർ ജോണലാണ്. എൻ്റെ പേര് സുരേഷ് ബാരി. കഴിഞ്ഞ കാലം എന്നുള്ള നാടകത്തിൽ എൻ്റെ കഥാപാത്രം കേശവ് എന്നാണ്. മൂത്ത മരുമകനായിട്ട് ഞാൻ അഭിനയിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് രഞ്ജിത്ത് നാരായണൻ, തത്തമംഗലം. കഴിഞ്ഞ കാലം എന്നുള്ള നാടകത്തിൽ എൻ്റെ റോള് വന്നിട്ട് സ്നേഹിതൻ എന്നുള്ള കഥാപാത്രമാണ്. നമസ്കാരം, എന്റെ പേര് ദീഷ്ണ രഞ്ജിത്ത്. ഞാൻ ഈ കഴിഞ്ഞ കാലം നാടകത്തിൽ രേവതി എന്ന കഥാപാത്രമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഞാൻ കഴിഞ്ഞകാലം നാടകത്തിൽ ലക്ഷ്മി എന്ന കഥാപാത്രത്തെയാണ് ഞാൻ ഈ നാടകത്തിൽ പാർവതി എന്ന കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. എൻ്റെ പേര് അനീഷ് നെന്മാറ. ഞാൻ കഴിഞ്ഞ കാലം എന്ന നാടകത്തിൽ ഗോപാലൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ കാലം എന്ന നാടകത്തിന് സംവിധായകൻ പാർവൻ താലുവാണ്. ഈ നാടകത്തിൽ എന്തിനു വേണ്ടി, അതിന്റെ തീം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ നാടകം അവതരിപ്പിക്കുന്നത് പാലക്കാട്ടിലെ അരനൂറ്റാണ്ട് പാരമ്പര്യമുള്ള അട്ടാപ്പ് നാടകവേദിയുടെ അവതരണത്തിനാണ്. അത് വർഷം വർഷം രംഗോത്സവം എന്ന പേരിൽ 5 മിനിറ്റ് നാടകം, 10 മിനിറ്റ് നാടകം എന്ന 10-15 നാടകം ഉണ്ടാവും. ആ രംഗോത്സവത്തിന് വേണ്ടിയിട്ടാണ് ഈ നാടകം ചെയ്യുന്നത്. അതിൻ്റെ ടൈപ്പ് നാടകവേദിയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി MS ദാസ് മാട്ടമന്ദ സിനിമ പത്രപ്രവർത്തകനാണ്, അവാർഡ് ജേതാവാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രസിഡന്റ് V രവീന്ദ്രൻ, അതിൻ്റെ കോർഡിനേറ്റർ ക്യാമറമാൻ സുരേഷ് പുനശ്ശേരി, അവരിക്കടലിൽ പിന്നെ ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ ഇതിന്റെ തീം എന്ന് പറയുന്നത്, ഇന്ന് പൊതുവെ എല്ലാവരും വിഷഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, എല്ലാത്തിലും വിഷമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്നിലെ നാടകത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, സ്വന്തമായുള്ള വീട്ടിൽ ഉള്ളടക്കമില്ല, കുറച്ച് കൃഷിയെങ്കിലും സ്വന്തം ആവശ്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദേഹത്തിന് വിളക്കമായി അത്യാവശ്യം നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്ന് എല്ലാവരും സഹജീവികളെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കടങ്കാരായി മനസ്സ് മുട്ടി സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി വലിയ വീട് വയ്ക്കുക, വലിയ കാറ് വാങ്ങിക്കുക, അവസാനം സ്വസ്ഥമായിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല. അപ്പൊ അവർക്ക് സന്ദേശം എന്റെ ആവശ്യമില്ല. ലളിത ജീവിതത്തിലാണ് അതാണ് എന്റെ തീം. ലളിതമായി ജീവിക്കുക, സ്വസ്ഥമായി ജീവിക്കുക. അതിനുവേണ്ടി മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ സഹജീവികൾ ഏൽക്കുന്നത് എനിക്കറിയില്ല. ഇതാണ് എന്റെ തീം. ബാബർ ബാലുവിന്റെ കുടുംബത്തെ നമ്മൾ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ നാടകത്തിന് റിഹേഴ്സൽ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ നാടകം വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു.